ഹായ് ഫ്രണ്ട്സ്, മാമാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒന്ന് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ ആയില്ല, എക്കോ പോലെ വന്നു അതിൻ്റെ വോയിസ്. അതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി സൗണ്ട് കൊടുത്തിരുന്ന വീഡിയോ ആണ്. ഇതെൻ്റെ ഒരു ഞായർ വിശേഷമാണ് കേട്ടോ. ഞായർ തിങ്കൾ വിശേഷമാണ്. 2 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ. ഞായറാഴ്ച നമ്മൾ പള്ളിയിലൊക്കെ രാവിലെ പോയി കഴിഞ്ഞതിന് ശേഷം ഉച്ചയാകും കേട്ടോ തിരിച്ചു വരുമ്പം. അപ്പോൾ രാവിലെ നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ സമയം കിട്ടത്തില്ല. രാവിലെ നമ്മൾ പള്ളിയിൽ പോകാനുള്ള ഒരുങ്ങി റെഡിയായി ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. രാവിലത്തെ കാപ്പി നമ്മൾ കുർബാനയ്ക്കൊക്കെ ശേഷം പുറത്തുനിന്ന് കഴിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് ഒരുമാതിരി ഒരു അടുക്കും പെറുക്കുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പച്ചമീൻ കൊണ്ടുവന്നു, അത് കറി വെക്കണം. പിന്നെ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോ തലേദിവസത്തെ വീഡിയോ കണ്ടാലറിയാം, ഞാൻ തെരണ്ടി മീൻ ഉപ്പ് കളയാനിട്ടിരുന്നു അച്ചാറിടാനായിട്ട്. അതും എനിക്ക് കറി വെക്കുകയും ചെയ്യണം, അച്ചാറിടുകയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമീൻ അങ്ങ് കറി വെച്ചിട്ട് ചോറും വെക്കാം. അപ്പോൾ ആർക്കെങ്കിലും വിശന്നാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ. ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ കറക്റ്റ് ടൈമിൽ ചോറിനൊന്നൊരു പതിവില്ല കേട്ടോ. കാരണം കാപ്പി കുടിക്കുമ്പോൾ താമസിക്കും, അതുകൊണ്ട് ചോറ് താമസിച്ചേ കഴിക്കുകയുള്ളൂ. എങ്കിലും ഞാൻ ചോറ് റെഡിയാക്കും. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ കറി റെഡിയായി, ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി കറിയും കൂടെ റെഡിയായാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്ക് വിശക്കുകയാണെങ്കിൽ അവർക്ക് അന്നേരം ചോറ് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ചോറിന് കറി തയ്യാറാക്കി വെക്കുകയാണ്. ചെമ്പല്ലി മീനാട്ടോ, ചെറിയ ചെമ്പല്ലി എന്ന് പറയുന്ന മീനായിരുന്നു അത്. നല്ല ടേസ്റ്റിയായ മീനാണ്. അത് ക്ലീൻ ചെയ്താട്ടോ കടയിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ എനിക്കതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു. ക്ലീൻ ചെയ്ത് വെട്ടിയാണ് കൊണ്ടുവന്നത്. പൊളിക്കുന്ന മീനായിരുന്നു അത്, പൊളിച്ചൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. രാവിലെ ഒന്നും ചെയ്യാതെ പോകും. പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ എല്ലാം ഒരു അലങ്കോലമായിട്ട് കിടക്കും. റൂമൊക്കെ ഒരു അടുക്കിപ്പെറുക്കാതൊക്കെ വരുന്ന ഉടനെ ഞാൻ അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കിയൊക്കെ വെക്കും. എന്നിട്ടേ അടുക്കളയിലേക്ക് കയറത്തുള്ളൂ. ഇപ്പം നമ്മുടെ മീൻകറി തിളച്ചു. ഞാനിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് വെക്കുന്നത്. തേങ്ങ അരച്ച് ചേർക്കണമെന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ പിന്നെ ഓർത്തു തേങ്ങ അരച്ച് ചേർത്താൽ ഒത്തിരി കൊഴുപ്പായിട്ടിരിക്കും, അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചു. അതിനുശേഷം തെരണ്ടി മീൻ ഇങ്ങനെ ഉപ്പൊക്കെ കളഞ്ഞ് റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. തലേദിവസം വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതായിരുന്നു. അത് വറക്കാനിട്ടു. പിന്നെ അത് വറക്കാനൊക്കെ ഇട്ടപ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ ആയിട്ടോ. ചായക്ക് പാൽ അടുപ്പയിൽ വെച്ചു. എന്നിട്ട് കഴിക്കാൻ സ്നാക്സ് ഒന്നും ഇന്ന് ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ മുട്ട പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും സന്ധ്യയായി കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം നേരത്തെ കഴിയുവാണെങ്കിൽ ഞങ്ങൾക്ക് തങ്കമണി വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ സന്ധ്യ ആയതിന് ശേഷം പോയിട്ട് കാര്യമില്ല. എനിക്ക് പറമ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നെ പോകാമെന്ന് വിചാരിച്ച് ആ പോക്ക് മാറ്റിവെച്ചു. അപ്പം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ മീൻ വറുത്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അച്ചാർ സെറ്റാക്കി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭരണിക്കകത്തോ അല്ല ടിന്നിൻ്റെ അകത്തോ എന്തിൻ്റെയിലകത്ത് ഇട്ട് വെച്ചാൽ മതി. ഇത് ഇവിടെ ജസ്റ്റ് 2 ദിവസത്തേന് അത്രയേ ഉള്ളൂ കേട്ടോ. മീനച്ചാറൊക്കെ നല്ല പോളിങ്ങാണ്. ഇവിടെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പം ആ കാര്യവും സെറ്റായി. ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങളെല്ലാം പോയി കഴിഞ്ഞ ഉടനെ തങ്കമണി വീട്ടിൽ വന്നു കേട്ടോ. ഇതെൻ്റെ വീടാണ്. കിളിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? എൻ്റെ അപ്പാപ്പി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണത്. എൻ്റെ അപ്പാപ്പി എന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ പപ്പായെ തന്നെയാണ് കേട്ടോ. അത് ചെറുപ്പത്തിലെ വിളിച്ചങ്ങ് ശീലിച്ചതാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പം അവിടെയുള്ളവരൊക്കെ മറ്റുള്ള പിള്ളേരൊക്കെ, അതായത് ഞങ്ങളുടെ പപ്പായുടെ അനിയൻ്റെ പിള്ളേരൊക്കെ അപ്പാപ്പി അപ്പാപ്പി എന്ന് വിളിക്കുന്നത് കേട്ട് ഞങ്ങളും അങ്ങനെ ഞാനൊക്കെ അങ്ങനെ ശീലിച്ചു പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഓടിക്കയറിപ്പോയി. പറമ്പിൽ പണിയാൻ ആളുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഇത് കണ്ടോ, ഇതെൻ്റെ മമ്മിയുടെ മന്ത്രകോടി സാരിയാണ്. വെറുതെ ഒരു കൗതുകം തോന്നിയപ്പം ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ. ഇത് കളറൊക്കെ മങ്ങി ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാതിരുന്നൊരു 46 വർഷമായിട്ടുണ്ട്. ഞങ്ങൾ 3 മക്കളാട്ടോ. ഏറ്റവും മൂത്തത് ചേട്ടായി, രണ്ടാമത് ചേച്ചി, മൂന്നാമത്തേതാണ് ഞാൻ. ഇപ്പം 46 വർഷമായി അവരുടെ മാരേജ് പപ്പായുടെയും അമ്മയുടെയും കഴിഞ്ഞിട്ട്. അപ്പം അന്നുള്ള ഒരു സാരിയാണിത്. ഇനി ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ഇതൊക്കെ പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.